ഇപ്പം ഏറ്റവും കൂടുതൽ പെമ്പിള്ളേരുള്ളൊരു സിറ്റിയാണ് എക്സ്ലാൻഡിസ്. ഉറപ്പായിട്ടും അപ്പോൾ കുറേ പെമ്പിള്ളേരുള്ളത് കൊണ്ട് തന്നെ അവളുമാർക്ക് കുറേ ബോയ് ഫ്രണ്ടും ഉണ്ട്. ഇപ്പം ഒരു കൂട്ടുകാരനെ പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എപ്പോഴും വാറിലോട്ട് പോകും. ഇപ്പൊ ഇപ്പൊ എക്സാമ്പിൾ ഇപ്പൊ എന്നെ ഒരു തട്ടി കൊണ്ടുപോയി, നീ അറിഞ്ഞ് നീ അവനെ കൊല്ലത്തില്ല, അങ്ങനെയൊക്കെയല്ലേ ചെയ്യത്തുള്ളൂ. ഉറപ്പായിട്ടും. പക്ഷെ ഒരുത്തന്റെ ഗേൾഫ്രണ്ടിനെ നമ്മൾ അടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ പറയണ ആകാശം തരും. അവൻ എന്ത് ചെയ്യും? പക്ഷെ അതാണ്, അത് കൊള്ള നല്ല പരിപാടിയാണ്. നമ്മള് കൊട്ടേഷൻ നമുക്കൊരു കൊട്ടേഷൻ ടീം ഇപ്പൊ നമുക്ക് എടുക്ക് സെറ്റപ്പ് വെച്ചിട്ട് ഏതെങ്കിലും പെണ്ണ് അടിച്ചിട്ട് വണ്ടി കയറ്റിട്ട് കൊണ്ടുപോയിട്ടല്ലോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എനിക്കെല്ലാം മാറാൻ പറ്റും കേട്ടാ. ഇപ്പൊ ഇത് കണ്ടാ ഞാൻ പറഞ്ഞ ആളെ മാറി. ഇപ്പൊ ഇത് കണ്ടാ സ്രാങ്ക് ആയില്ലേ? ഇനി നീ അത് മാറ്റി പെൺപിള്ളേരെ ടാർഗറ്റ് ചിലപ്പോ മാറുവേ. കൊച്ചി എനിക്ക് തോന്നണ മീരല്ലേ അത്? മീര 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 ഒന്ന് ഞാൻ ചന്ദ്രനാ ഒന്ന് വണ്ടി കയറി കാര്യം പറയാനാ. മാമ എന്ത് തറയിലിങ്ങനെ? അതറിഞ്ഞു, എനിക്കറിഞ്ഞോ എന്താണ് ഇന്നിങ്ങനെ. സൂപ്പർ ചാറ്റ്, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്, താങ്ക് യു. സൂപ്പർ ചാറ്റ്. നമുക്ക് എത്ര കോള? 5 കോള. മീര ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, മീരക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടാ? ബോയ് ഫ്രണ്ട് ഇല്ല. ബെസ്റ്റി ഇല്ല. സംഗ് ചങ്കോ സംഗ് ഇല്ല. ഫ്രണ്ട്സ് ആരുമില്ല ചങ്കായിട്ട്? നിന്നെ പിടിച്ചോണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാ 10 കോഴി ചോദിച്ചു കഴിഞ്ഞാ കൊണ്ടുവരാ. ഒരുത്തനും തിരിഞ്ഞു നോക്കത്തില്ല. പോണ വഴിക്കാ ചാനലിലെ കാര്യം ചാനലിടാം. എന്തിനു പറയാ ഇത്? മീര എനിക്കൊരു സഹായം ചെയ്യാം. ഏതെങ്കിലും കൊച്ചിനെ ഗേൾഫ്രണ്ട് നല്ലൊരു കൊച്ചു, അതായത് ഒരു ബോയ് ഫ്രണ്ട് ഉള്ള ഒരു കൊച്ചിനെ നൈസിലൊന്നും പറ്റുമോ? ഞാൻ ഒരു പരിപാടി നിൽക്കുകയാണ്, അതാണ് പക്ഷെ ഇപ്പൊ വിളിക്കാം. അപ്പൊ ചന്ദ്രൻ ഒന്ന് ഇറങ്ങി. നീ വിളിച്ചിട്ട് നൈസായിട്ട് വണ്ടി കയറി, എന്നിട്ട് നീ അഭിനയിക്കണം. അയ്യോ നീ പക്ഷെ നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്യോ? പേരൊന്നും പറയല്ലേ? പിന്നെന്താ? അതാരാ ആ കുട്ടിയാരാ? ഇപ്പൊ റെഡിക്ക് തരാം. അത് പോയില്ലേ ദേവക്കുട്ടി, കേട്ടില്ലേ? ഇത് മറ്റേ അയ്യോ പേര് ഓർമ്മോയി. കാവ്യ. കാവ്യ എനിക്ക് അറിഞ്ഞൂടെ? കാവ്യ അത് ചിഞ്ചു മിഞ്ചു ആ വണ്ടിയിലെ. ഇത് ചിഞ്ചു, എന്റെ പേര് ചിഞ്ചു. ഞാൻ മിഞ്ചു. അത് മിഞ്ചു. ഇത് മിഞ്ചു. നമ്മളൊരു സ്ഥലം വരെ കറങ്ങാൻ പോയിട്ട് വന്നാലോ? നമ്മളൊരു ഫോട്ടോഷൂട്ടിന് ഒരു മോഡലിനെ നോക്കി കിടക്കായിരുന്നു. അതെ അതെ, നല്ല ലുക്ക് ഉണ്ട്. കാവ്യയുടെ ഒരു ഫോട്ടോഷൂട്ട് എടുക്കാൻ താല്പര്യമുണ്ട്, കൂടെ വരാമോ? അയ്യോ ഞാൻ കറന്റ്ലി ഇപ്പോ അങ്ങനെ ഫോട്ടോഷൂട്ടിനൊന്നും കൊടുക്കാറില്ല. മീര എവിടെ ഉള്ളപ്പോ പിന്നെ വേറെ മോഡൽ ഫോട്ടോ എടുക്കാൻ നിങ്ങളൊരു കോംബോ ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞു. ഒരു കുട്ടീനെ കുട്ടിക്ക് എത്രയും ആ ഒരു കേപ്പബിലിറ്റി ഉള്ള കാരണം അതെനിക്ക് ദൂരെ നിന്ന് കണ്ടപ്പോലെ കാവ്യാണ് ഈ പേര് എനിക്ക് പെട്ടെന്ന് കിട്ടിയില്ല. ഒരു 5 മിനിറ്റിന്റെ കേസേ ഉള്ളൂ, ബുദ്ധിമുട്ടിപ്പിക്കത്തില്ല. ശരി 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 തന്നെ കൊണ്ടാക്കി ഇവിടെ വിശ്വസിക്കാം. ഓക്കെ ഓക്കെ, അപ്പൊ പോവാം. പോവല്ലേ, കുറച്ചുണ്ട് പോവാ. ഞാനൊന്ന് ഓരോ ഒളിഞ്ഞേട്ടോട്ടെ. എടോ നീയൊക്കെ നശിച്ചു പോടാ, ഇങ്ങനത്തുള്ളമാർ തല എടുത്തിട്ടുണ്ട്. മുടിഞ്ഞു പോടാ ദൈവമേ, മുടിഞ്ഞു പോണേ ഇമാരെല്ലാം. അപ്പുറത്തിരുന്നപ്പോ ഒന്നും കേക്കാല്ല, ഇവിടെ വന്നപ്പോ എല്ലാരും പോവാന്ന്. എന്നൊക്കെ സ്വഭാവം കണ്ട, ഇതാണ് മുതുക്കിലെ പരിപാടി. ഞാൻ ഈ കുട്ടിനൊപ്പം ചുമ്മാ ഒരു കൂട്ടിന് വരാം, എന്നെ പാതി വഴി ഇറക്കി വിട്ടാ മതി. ചിലപ്പോ കുറച്ച് കഴിഞ്ഞാ വരും. കാവ്യ വരുന്നുണ്ടോ? വരാം മീര, ഒരു മിനിറ്റ്. വിളിക്കാൻ പറയണേ.
അവ കയറിക്കോ. ആ കുട്ടി കയറിക്കോ. ചിഞ്ചു മിഞ്ചു എന്നെ മറ്റേ നിങ്ങൾ പോകുന്നതിന്റെ ആ ഇടയ്ക്ക് വെച്ചൊന്ന് ഇറക്കി വിട്ടാ മതി. മറ്റേ അവിടെ ഓക്കെ ആ സ്പോട്ടിൽ ഇറങ്ങി. അതെ അതെ അതെ. ഓക്കെ ഓക്കെ. ഹലോ കാവ്യ, എന്റെ പേര് ചിഞ്ചു എന്നാണ്. കാവ്യ ഓക്കെ അല്ലേ? അതെ അതെ ഓക്കെ എന്റെ പേര് മിഞ്ചു. ഓക്കെ. എന്തൊരു ചിഞ്ചു പേര്. മിഞ്ചു. പോകുന്ന വഴിക്ക് നമുക്ക് മഞ്ജുവിനെ പിക്ക് ചെയ്യാം. ശരി ശരി. ആ മഞ്ജുവിനെ പോണ വഴി. രഞ്ജു ഇല്ല? രഞ്ജു ഇല്ല, രഞ്ജു ഇല്ല, രഞ്ജു നമ്മള് ഉടനെ ചെയ്യുന്നുണ്ട്. രഞ്ജു മറ്റേ Thank you, പീടികയിൽ Gilbert, for the engagement. സാധനങ്ങളൊക്കെ വാങ്ങാൻ Thank you, bro. Thank you so much for super chat. Thank you so much for 100. ഓക്കെ അല്ലേ? കംഫർട്ട് അല്ലേ അത് വണ്ടി അതെ 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 കംഫർട്ടബിൾ. നമുക്ക് ഇവിടെ ലെഫ്റ്റ് എടുത്തിട്ട് നമ്മളെ ക്ലയൻസിന് നമ്മളെ അത്രയും നല്ല രീതിക്കാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇവിടെ ഭയങ്കര നോയ്സി ആയിരിക്കും നമുക്ക്. സത്യം. ഈ ഒരു ഫോട്ടോഷൂട്ടിൽ കൂടെ ചിലപ്പം ആ നേരെ കാണുന്ന കാവ്യയുടെ ബാങ്കിൽ ഇറക്കി വിട്ടേക്ക് എന്നെ. എനിക്കൊന്ന് കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. ആണോ? ഇവിടെ നിന്ന് ഇറങ്ങി ഓടിപ്പോ. നടക്കും ഇവിടെ അല്ല ആട്ടോ വിളിച്ചു പോ. ഓക്കേ താങ്ക് യു. ഓക്കെ. കവിക്ക് ബോയ് ഫ്രണ്ട് അല്ലോ ഉണ്ടോ? ഫോട്ടോ എടുക്കണമെന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല ഇല്ല. ആ പ്രൈവസിയും കൂടെ നോക്കണമല്ലോ. ബോയ് ഫ്രണ്ട് ഇല്ല? ഓക്കെ. ക്യാമറ എടുത്തേടാ. ആ അപ്പം ഫസ്റ്റ് പോസ് എന്ന് പറഞ്ഞാ എസ് മോഡൽ പോസ് ആണ്. എനിക്ക് തോന്നി നേരത്തെ അങ്ങ് പറഞ്ഞാ പോലെ. അതെ, ഓക്കെ. നമ്മള് ഇച്ചിരി പ്രശ്നക്കാരാണ്. എനിക്ക് തോന്നി, ആ പേര് കേട്ടപ്പോഴേ തോന്നി. അതങ്ങനെ പറഞ്ഞാ പോരെ? നമുക്ക് എല്ലാത്തിനും രീതികളൊക്കെ ഉണ്ടല്ലോ. അതെ 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 വല്ലാത്ത രീതി. എല്ലാത്തിനും ഓരോ രീതികളുണ്ട്. Thank you so much for 100 rupees super chat, Legend bro. അപ്പൊ എങ്ങനെ കാവ്യ? എടാ ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്. പറഞ്ഞോ. 50 മെമ്പർഷിപ്പാ. എന്റെ ടാർഗറ്റ് ബ്രോ. അളിയ സീൻ. അർദ്ധ ബ്രോ താങ്ക് യു 100 rupees. again ജിലേബി ബ്രോ for 100 rupees. thank you so much. പവർ. ആശ്രമം എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഞാൻ ഇനി കുറച്ച് നേരം സൂപ്പർ ചാറ്റ് വായിക്കാവേ, സിറ്റുവേഷൻ കഴിഞ്ഞിട്ട്. അപ്പൊ കാവ്യ, മിഞ്ചൻ പറയൂ. അപ്പൊ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോയ് ഫ്രണ്ട് ഉണ്ടോ? ബോയ് ഫ്രണ്ട് ഇല്ല. ഇത് കള്ളം സിംഗിൾ ആണെന്ന് പറഞ്ഞാലോ? ഇല്ല ഇല്ല ഞാൻ സിംഗിൾ ആണ്. റെഡി ടു മിംഗിൾ ആണോ? എനിക്ക് മിംഗിൾ അല്ല, ഞാൻ ഇങ്ങനെ പ്രേമിച്ചു നടക്കാൻ താല്പര്യമില്ല. മിഞ്ചു അച്ഛന്റെ അടുത്ത് ചിഞ്ചു. പറഞ്ഞു. ഹലോ മിഞ്ചൻ. ഓക്കെ. അത് ഫ്രണ്ട്സ് ആരെല്ലുണ്ടോ? ചങ്ക് ബടി വിളിച്ചു കഴിഞ്ഞാൽ ഓടി വരുന്ന ആരെങ്കിലും? ഓടിച്ചു വരുന്ന ആൾക്കാരും ഇപ്പൊ സിറ്റിയിലില്ല. നടന്നു വന്നാ മതി. നടന്ന് പയ്യെ വന്നാ മതി. ആരുമില്ല, പേടിക്കണ്ട. പക്ഷെ എനിക്ക് തോന്നുന്നു വരൂന്നാ. ആണോ? ഞാനൊന്ന് വിളിച്ചാൽ ആരും വരില്ല. കുട്ടിക്ക് അപ്പൊ ഒരു ഫ്രണ്ടും ഇല്ല അല്ലേ? ഒന്ന് വിളിച്ചു നോക്കിയേ. ഒരു ഫ്രണ്ട് അതിനിപ്പോ വിളിക്കാൻ മാത്രം ആരും ശരിക്കും ആലോചിച്ചിട്ട് വേണം പറയാൻ. ഞങ്ങളുടെ അടുത്ത് പറയുന്ന ഓരോ വാക്കിനും കണക്ക് വേണം. എനിക്കറിയില്ല. എവരി വേർഡ്സ് കൗണ്ട്സ്. എവരി വേർഡ്സ് ഗോട്ട്സ് മാത്തമാറ്റിക്സ്. കൗണ്ട്സ്. ഓരോ വാക്കിലുമുണ്ട് അതിൻ്റെതായ പവർ. അതെ, നോക്കി കണ്ടും നമ്മളോട് സംസാരിക്കുക. നമ്മൾ ഇച്ചിരി പ്രശ്നക്കാരാണ്. നേരത്തെ മുതുക്കിൽ കണ്ട പോലെ അല്ല. ആണല്ലേ? ആണ്. നമ്മള് കുറച്ചു നേരത്തെ പൈസ വാങ്ങിട്ട് വിട്ടവരാണ് ഇപ്പൊ അങ്ങോട്ട് പോയത്. ആണല്ലേ? ബാങ്കിൽ നിന്ന് ലോൺ ജീവൻ മാത്രം കൊടുത്ത് വിട്ടിട്ടുണ്ട്. ഉയർപ്പിച്ചേ. അപ്പൊ ഞാൻ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ മര്യാദക്ക് അറിയാന്നുള്ള ആരെങ്കിലും ഒരു സെക്കൻഡ് കൈവയ്ക്ക്. ഞാൻ പറഞ്ഞ സാഹസത്തിന് മുതിരരുത്. എന്താണ്? ഹലോ മിഞ്ചൻ. സാഹസത്തിന് മുതിരരുത് എന്ന് പറഞ്ഞാണ്. ഇല്ല മുതിരില്ല. നമ്മള് ശരി പ്രശ്നമാണ് സിറ്റിയില്. അതെ പ്രശ്നമാണ്. അപ്പൊ നീ പറഞ്ഞു വരുന്നത്, സോറി കാവ്യ പറഞ്ഞു വരുന്നത്, കാവ്യനെ കൊന്നാൽ ഇവിടെ ആരും വരത്തില്ല എന്നാണ് പറയുന്നത്. ഞാൻ വായിക്കാവേ. കൊല്ലട്ടെ. പേടിയുണ്ടോ? പേടിയുണ്ട്. നല്ല പേടിയുണ്ട്. വിളിക്കേ. വിളിക്കടി. ഇവിടെ ആരുമില്ല. ഞാൻ വിളിച്ചാ വരാൻ ആരുമില്ല. എനിക്ക് ആരുമില്ല. മിഞ്ചു നോക്കട്ടെ കയ്യില്, കൊച്ചിന്റെ കയ്യിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കട്ടെ. വിന്റേജ് പിസ്റ്റല്, നൈഫ്. കൊന്നോളാം കേട്ടോ നമ്മളാ. കത്തി എടുത്തേ. അതുകൊണ്ട് മാങ്ങ അതുകൊണ്ട് എന്റെ ദേഹത്തും അതിപ്പോ കാണാം. മാങ്ങ കാണാൻ എന്തിനാണ് ഇത്? ഔട്ട്ഫിറ്റ് ബാഗിന്റെ അകത്ത് എന്തെങ്കിലും കാണൂടെ? ഞാൻ ഒരു ബോംബ് എടുക്കാം. വെയിറ്റ് ബോംബ്. ഔട്ട്ഫിറ്റ് ബാഗ് ഞാൻ എടുത്ത് ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കട്ടെ എന്തെങ്കിലും ഉണ്ടാന്ന്.
ഈ ഔട്ട്ഫിറ്റ് ബാഗ് എടുത്ത് ചെക്ക് ചെയ്യണം എങ്ങനെ? പറ പറ. ആരാണ് ഈ കല്യാണ ലെറ്റർ ആരാണ്? നീ നോക്കണ്ട അത് മഞ്ച. ഞാൻ നോക്കി എല്ലായിടത്തെ കൈയുടെ നടക്കല്ലേ. അതെ അയ്യോ അത് മാത്രം എനിക്ക് തിരിച്ചറിയണം. അത് LMC-ലെ മുതലാളിയുടെ കല്യാണത്തിന്റെ അപ്പൊ അവരെ തന്നെ വിളി. എല്ലാം ശരി മുതലാളി വിളിച്ചിട്ട് പറ ചേട്ടാ ഞാൻ അല്ലെങ്കിൽ ഇവിടെ ഫോൺ എടുത്ത്. നമ്പറില്ല. ശരി ഇവിടെ ഫോൺ സത്യമായിട്ട് നമ്പറില്ല. അപ്പൊ ഇവിടെ ഫോൺ എടുത്ത് നോക്കാല്ലേ നമുക്ക് എന്തായാലും ഫോൺ നോക്കാം ഉറപ്പായിട്ടും. കുട്ടി നമ്മള് ഇച്ചിരി പ്രശ്നക്കാരാണ് കുട്ടി. നമ്മള് ചുമ്മാ മണ്ടന്മാരാക്കണമെന്ന് വിചാരിക്കല്ലേ കേട്ടാ. നമ്മളിത് കൊറേ കണ്ടതാ, കൊറേ കണ്ടും കൊണ്ടും വന്നവരാ, മനസ്സിലായോ? ഉപദ്രവിക്കരുത് ചേട്ടാ. ജീവൻ ഒന്നല്ലേ ഉള്ളൂ. അപ്പൊ ആ പേടി ഉണ്ടല്ലേ? പേടി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? എന്റെ കൂടെ സഹകരിച്ചു നിന്നാ ഒരു കുഴപ്പമില്ല. കെട്ട റെഡിയാണ് മിഞ്ചു. സോറി ഞാൻ അച്ഛൻ പറഞ്ഞ കല്യാണം അച്ഛനുണ്ട് കണ്ടാ മിഞ്ചു. അച്ഛൻ ഇപ്പൊ ഇല്ല, ഇവിടെ ഇല്ലാന്നാ പറഞ്ഞത്. ഇവിടെ ഇല്ലെന്നാ പറഞ്ഞത്. ഇത് ഉടായ്പാണ്, ഇവിടെ ഉടായ്പാ. നിന്റെ അച്ഛനെ വിളിയടി. ഇവിടെ ഇല്ല അച്ഛൻ, ഇപ്പൊ ഇവിടെ ഇല്ല. സത്യമായിട്ട് ഇവിടെ ഇല്ല. ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ. പിന്നെ എന്ത് ഇത് മറ്റേ ഇതാണോ? ഹലോ അമ്മയാണോ? അല്ലല്ല അച്ഛൻ ഇല്ല കൂടിയില്ല സത്യമായിട്ടും കൂടിയില്ല. പ്രശ്നമാണല്ലോ മിഞ്ചു. കയ്യിലൊന്നും ഇല്ലല്ലോ ചിഞ്ച. ഇല്ലല്ലേ? യൂസില്ല ഇല്ലല്ലേ? ഇത് വരും. പേരെന്താ? LMC എന്തോയിരുന്നു? LMC അല്ലേ? അതെ. ആ മുതലാളി എനിക്ക് പേഴ്സണലി അറിയില്ല. അയാൾ എല്ലാരെയും വിളിച്ചിട്ടുണ്ട്. നിങ്ങൾ തന്നെ ചോദിച്ചോ വേണമെങ്കിൽ. ചിഞ്ച ഒരു 10 ലക്ഷം കിട്ടി. 10 ലക്ഷം രൂപയുള്ള അതും കൊണ്ട് ഫുഡ് മേടിക്കാൻ പോലും കാശില്ലാതെ 10 ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ. ചിഞ്ച എനിക്കൊന്ന് സസ്ത അടിക്കുന്നുണ്ട്. ഇത് തന്തയുണ്ട്, ഇത് ദഹിക്കൂല. നമ്പർ തരാം നിങ്ങൾ വിളിച്ചു ചോദിച്ചോ. അവിടെ ഉണ്ടോ? റാഞ്ചി. അതെ ഇവിടെ നോടല്ലേ ഓടുന്ന നമ്മൾ ബാക്കി അടിച്ചു നോളെ. നമ്മളെ സ്നൈപ്പർ ഉണ്ട് മറ്റേ മൂലയില്. നമ്മള് കൊറേ കൺട്രോളാണേ. അതെ എന്തെങ്കിലും ഗുണമുണ്ടാ? ഒരു 10 ലക്ഷത്തിന്റെ കയ്യിലുണ്ട്. എടുക്കണോ? പത്തെടുത്തോ. ദഹിക്കൂല. ഗിൽറ്റ് അടിക്കുന്ന പറയണ പ്രാഗോ ഇതൊക്കെ. പ്രാവോ? ശപിക്കോ നമ്മളാ? ശപിക്കോ? ഞാൻ ആലോചിക്കണം. പക്ഷെ ഇല്ല ഇതില്ല എന്താ, ഇത് കള്ളമാണ്, ഇത് ഫ്രോഡാ. ഇവള് അഭിനയം ചെയ്തോളാ. എടുക്കല്ലേ നൈസായിട്ട്? എടുക്കാന്ന്. കാരണേ അച്ഛൻ പറഞ്ഞ പയ്യനൊക്കെ കിട്ടൂന്നൊക്കെ പറഞ്ഞ അച്ഛനുണ്ട്. അങ്ങനെ ഉണ്ടോ അച്ഛൻ? ഓ ഒരു കാര്യം ചെയ്യാം, നമ്മളൊരു പരവതാനി ഇവിടെ വിരിച്ചു തരാം തമ്പുരാട്ടിക്ക്. കാല് വേദന എടുത്തോണ്ടാ കൊറേ നേരം നിക്കാൻ. അല്ലേ ചിഞ്ച ഇത് പ്രശ്നമാവേ. കാല് വെട്ടും കാല് വെട്ടിക്കഴിഞ്ഞ നടക്കാൻ പറ്റില്ല. നടക്കാൻ പറ്റില്ല. ക്രെഡിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് എടുത്ത് വരച്ചു നോക്കിയാ അക്കൗണ്ടിൽ എത്ര ഉണ്ട്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കത്തില്ല. കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഡ്രസ്, നല്ല റിച്ച് ഡ്രസ്സൊക്കെ ആയിട്ടിരിക്കണം. കണ്ടറിയാം പൈസ ഉണ്ട്, പൈസ ഉള്ള കുടുംബത്തുള്ള. ഇത് മാത്രമേ ഉള്ളൂ. ശരി ഇത്ര മോഡേൺ ആയിട്ട് പെമ്പിള്ളേരായിട്ട് ആരെയൊക്കെ അറിയാം സിറ്റിയില്? എത്ര ഗേൾ ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ? കൂട്ടുകാര് കേട്ടോ. അല്ല ഗേൾ ഫ്രണ്ട്സ്, കൂട്ടുകാര് കുട്ടിയുണ്ട്. ക്യാൻസൽ. നാമി ഉണ്ട്. അത് പോയി ഓൾറെഡി. നാമിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടാ? ഒരു കുട്ടി ഒരാള് പുറകെ നടക്കുന്നുണ്ട്. എന്റെ അനിയൻ പുറകെ നടക്കുന്നുണ്ട്. ക്യാൻസൽ. നെക്സ്റ്റ്. അനിയനുണ്ടോ? അനിയൻ എന്റെ ഒരു കൂട്ടുകാരൻ പോലെ ലൈക് ബ്രദർ. അവനെ വിളി. നമ്മള് കള്ളന്മാര് മാത്രല്ല, നമ്മള് സൈക്കോളജിയും പഠിച്ചിട്ടാണ് ഈ പരിപാടിക്ക് ഇറങ്ങി. മനസ്സിലായില്ലേ? നമ്മളെ സൈക്കോ ആക്കല്ലേ. ഞാൻ പറഞ്ഞത് സിറ്റിയിൽ ഇപ്പോ ഇല്ലെന്നാണ് പറഞ്ഞത്. എനിക്ക് കുടുംബക്കാരുണ്ട്, ഇപ്പോ സിറ്റിയിൽ ഇല്ലെന്നാണ് ഉദ്ദേശിച്ചത്. അത് സത്യമായിട്ട് ആരുമില്ല, വെറുതെ പറയല്ല. ഞാൻ വിളിച്ചു നോക്കി, എല്ലാരും മാറി മാറി വിളിച്ചു നോക്കി, എടുത്തില്ല. അറിയാവോ? ഏട്ടനാണ്. രായണ്ണൻ. ഞാൻ ചേട്ടാന്നാണ് വിളിക്കാം.
ബന്ധമൊന്നുമില്ല, വേറെ ബന്ധമൊന്നുമില്ല. ഞാൻ ചേട്ടാന്ന് വിളിക്കാത്രേ ഉള്ളൂ. നമ്മളൊന്നും ചോദിച്ചില്ല. പേര് പറയുമ്പോ പേടിയാണ്. എന്റെ മുഖത്ത് കണ്ണടിക്കുന്നുണ്ടാ? ഇല്ല, എനിക്ക് പേടിയാവുന്ന കണ്ടിട്ട്. ചന്ദ്ര സാധാരണ വില്ലന്മാരെ കാണുമ്പോ സോറി. അപ്പം വേറെ പറഞ്ഞാലും അടുത്ത കൂട്ടുകാരി ആരാണ്? എനിക്കിവര് കപ്പിൾസ് ആയിട്ടുള്ള, അതായത് റിലേഷൻ ഉള്ള കൂട്ടുകാരില്ല ആരൊക്കെ ഉണ്ട്? കൂട്ടുകാരികൾ ആരുമില്ല. ആരുമില്ല എന്ന് പറഞ്ഞ ഇപ്പൊ ഒരു 50 പേര് പറഞ്ഞു. ഇനി വരട്ടെ, വരും വെളിയിൽ വരും സാധനം വരട്ടെ. കൊല്ലും നിന്റെ തന്തയില്ല, അങ്ങേരെ കൊല്ലും. സത്യം പറഞ്ഞില്ല, അങ്ങേരെ കൊല്ലും. നമ്മളിച്ചിരി സൈക്കോണ് നമ്മള്. അനിയനെ കൊല്ലും. പേടി വരലട, ഇത് പേടി ഇത്തിരി പേടി കുറവുണ്ടേ. ഹാർട്ടാ എന്റെ ഇടയില് മാറുന്നുണ്ടല്ലോ മിഞ്ചു. മിഞ്ചിന്റെ ഒരു കോള് വരുന്നുണ്ട് അടുത്തോട്ട്. സ്പീക്കർ. പക്ഷെ ഒരു കാര്യം, ഹലോ, ഞാനിവിടെ എവിടെയോ അറിയില്ല. മുറുക്കലേക്ക് വാ മകളെ. മുതുക്കിലേക്ക് വരാൻ പറ്റില്ല. അപ്പനാണാ വരാൻ പറ്റില്ല. ആരുടെ കൂടെ നീ? ബോയ്ഫ്രണ്ടിന്റെ കൂടെ. എന്റെ ബോയ്ഫ്രണ്ടിന്റെ കൂടെയാ. ഞാൻ പറഞ്ഞ കേക്കാവോ? വലിയ വിളച്ചിലെടുത്താലേ ഞങ്ങള് കൊള്ള സംഘം. മോളെ പറഞ്ഞില്ലേ ഇതില് മങ്ക, ഞാൻ പറയാം. അതെ, മോളെ പെട്രോൾ അങ്ങ് മുക്കിയ നിർത്തിയേക്കണേ, അങ്ങ് കത്തിക്കും കേട്ടാ. ഓ, കത്തിച്ച വലിയ ഗുണമൊന്നുമില്ല. എന്തായാലും ഇത് തന്തയാണോ അതോ എന്താണ്? എന്റെ കൂട്ടുകാരനാ. നീ എവിടെ ഉണ്ട്? മുതുക്കിലുണ്ടാ? എവിടെ വേണമെങ്കിലേ നിങ്ങൾ എന്തുകൊണ്ടാണ് കേരള മാട്രിമോണി എവിടെ വേണമെങ്കില് ഒരു 10 കോടി വൈറ്റുമായിട്ട് ഞാൻ പറഞ്ഞത് അധികമാണല്ലേ? അപ്പൊ നീ ഫോൺ വെച്ചോ. ഒരു ഗുണവുമില്ല. കണ്ടല്ലേ കുട്ടി? ആ ഫോൺ എടുത്തിട്ട് അവന്റെ നമ്പർ ഡിലീറ്റ്, കോണ്ടാക്ട് ഇപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്യും. ഞാൻ കാണണം, ഞാൻ നോക്കട്ടെ സ്ക്രീനില്. ഡിലീറ്റ് ഡൂഡ് വെച്ച്. കുട്ടി ഈ ഒരു സാഹചര്യത്തിൽ വിളിച്ചോ, കുഴപ്പമില്ല. വേറെ ലൊക്കേഷൻ കൊടുക്കുക എന്താ ചെയ്ത് കഴിഞ്ഞാൽ സ്പോട്ടിൽ കൊല്ലും. തീയാണ്. കൂടുതൽ അതിബുദ്ധി പ്രയോഗിക്കല്ലടാ, വേറെ പ്രശ്നമാവും. ഫുൾ സ്നൈപ്പേഴ്സാ ചുറ്റി നിൽക്കുന്ന, മനസ്സിലായോ? ഹലോ രായ, എന്താ അടുത്ത് വിളിച്ചോ, വിളിച്ചോണ്ടിരിക്കും. നമ്പർ ഒന്ന് പോയാ അടുത്ത്, മനസ്സിലായോ? ഇപ്പൊ എത്ര വിളിച്ചാണ്ടില്ലേ? ഇതുപോലെ എത്ര ഉണ്ട് ഇങ്ങനെ എടുക്കുന്നില്ല. എന്നെയാടാ മാമ അവള് വിളിച്ചത്. പേരെന്തായിരുന്നു വിളിച്ച ഉറപ്പുള്ളെന്ന് പറഞ്ഞ ആളുടെ? ചന്ദ്രേട്ടനോ? ആരവൻ? ഇച്ചിരി ഗാംഭീര്യമുള്ള പേരാണല്ല. ആരാണ്? ഞാൻ കാര്യം വേണ്ട. സിറ്റിയിലുണ്ടോ ചന്ദ്രേട്ടൻ? സിറ്റിയിലുണ്ടോ? എനിക്കറിയില്ല, ഞാൻ നേരത്തെ ചോദിച്ചിട്ട് എനിക്ക് റിപ്ലൈ ഒന്നും കിട്ടിയില്ല. കോള് പോയായിരുന്നോ? ആ, കോള് പോയായിരുന്നു. എമർജൻസിക്ക് എടുത്തില്ലേ പിന്നെ അവനൊക്കെ എന്തിനാണ് ജീവിക്കണ? പോയി ചാവാൻ പറ. അതെനിക്ക് ശരിക്കും വിഷമമായി. ഇയാൾക്ക് തിരക്കുള്ള ആളല്ലാണ്? അറിയില്ല, ചിലപ്പോ തിരക്കിലായിരിക്കും. ആ ചിഞ്ച മഞ്ച, ഇത് തിരക്കൊന്നും അല്ല മഞ്ച. എന്ത് തിരക്കാണെങ്കിലും എടുക്കണ്ടേ, ഒന്ന് എടുത്ത് പറഞ്ഞൂടെ. അടുത്ത ആളെ വിളിച്ചിട്ടൊന്നും എടുക്കുന്നില്ല. വിളി. നിനക്ക് 3 കോണ്ടാക്ട് ഉള്ളു ഫോണില്. ഞാൻ ഇവിടെ തുടങ്ങും. ഞാൻ വെടിവെച്ച് ഫുൾ കോണ്ടാക്ട്സ് ആണ് കേട്ടോ ഇത്. വേറെ സിം ഉണ്ടല്ലോ? എത്ര സിം ഉണ്ട് ഫോണില്? ഒരു സിമ്മേ ഉള്ളൂ. പറയടി അങ്ങോട്ട്, നമുക്ക് അറിയാം നിന്റെ. ഒരു സിമ്മേ ഉള്ളൂ. ചിഞ്ച അബ്യൂസ് ചെയ്യല്ലേ? ഇല്ല, അബ്യൂസിംഗ് ഒന്നും നമ്മൾ ചെയ്യില്ലല്ലോ ഒരിക്കലും. അടുത്ത ആളെടുക്കണില്ല. അതാരാണ് വിളിച്ച പേര്? മറ്റേ പീഡിയിലെ ഡൊമീറ്റോ സാറിന്. അവനെ
നിന്നെ അതായത് സിംഗിൾ ആയിട്ടുള്ള പെമ്പിള്ളാരെ പിറകെ ഒളിപ്പിച്ചുണ്ടാക്കണ കൊറേ നാറികളുണ്ടല്ലോ സിറ്റിയില്. അവന്മാരെ ആരെയും വിളി. അവന്മാരാരുടെയും നമ്പർ ഇല്ല എന്റെ ഞാൻ വിളിക്കുന്നത്. അങ്ങനത്തെ ആൾക്കാർക്ക് ആർക്കും നമ്പർ കൊടുക്കാറില്ല. ഇല്ല. ചന്ദ്രൻ എന്ത് വിശ്വാസമാണ് കൊടുത്ത നമ്പർ? ചന്ദ്രേട്ടൻ നല്ല ആളാന്ന് എല്ലാരും പറഞ്ഞു. അതുകൊണ്ട് പ്രശ്നം ഉള്ളതാണ്. എന്ത് ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചോന്നും പറഞ്ഞിട്ട് നമ്പർ വന്ന് തന്നതാ. എനിക്കറിയാം നല്ല ആളാണ്. മറ്റേ പയ്യ മനസ്സിലായോ? ഏതാ? മറ്റേ ചന്ദ്രൻ മനസ്സിലായില്ലേ? ഓ അണ്ണൻ. നമ്മളെ അണ്ണൻ. നമുക്കറിയാം അവര് ചേട്ടനാ കേട്ടോ, നല്ല ആളാണ്. പറയല്ലേ കേട്ടോ ആളുടെ അടുത്തൊന്നും. പക്ഷെ വിളിച്ചിട്ട് പോലും കോൾ എടുത്തില്ല. ഇത് ആളുടെ അടുത്ത് ഇതൊന്നും കൂടുതൽ പറയാൻ നിക്കണ്ട, മനസ്സിലാ? ഇല്ല പറയില്ല. എന്തായാലും വണ്ടി കയറ്റി കേറി വണ്ടി കേറ്. കംഫർട്ട് ഓക്കെ അല്ലേ? കംഫർട്ട് വണ്ടി കയറി ചോദിക്കാം. മങ്കൻ AC ഇടൂ. സൂടല്ലേ? ഓക്കെ അല്ലേ? കംഫർട്ട് അല്ലേ? അതെ കംഫർട്ടാണ്. ഞാൻ പറയണ പിടിച്ച് വണ്ടി കയറ്റണം കേട്ടല്ലോ. ജസ്റ്റ് വണ്ടി കയറാൻ മാത്രം പറഞ്ഞാൽ മതി. നമ്മള് കൈ മാത്രം ചൂണ്ടു. നമ്മള് വണ്ടി കൊണ്ട് നിർത്തും. ദേ അവരെന്ന് പറഞ്ഞ് കാണിച്ചിട്ട് ഒറ്റടല്ലോ ഇതാ അവൾ. വണ്ടി കയറി ചോദിക്കണേ. ഇവൻ അത്രേ ഉള്ളൂ. ചേട്ടാ കേക്കുന്നുണ്ടോ? ഹലോ ചേട്ടാ, ചില്ലേടിലേക്ക് വരുന്നുണ്ടോ? എങ്ങോട്ടേക്കാ? ചില്ലേട്. ഇല്ല ഇല്ല അല്ലേ? നല്ല അടിപൊളി സ്ഥലമാണ്. അവിടെ ഒരു ഡേറ്റിംഗ് ഇവന്റ് ഒക്കെ നടക്കുന്നു. ഇല്ല താങ്ക് യു. ചുമ്മാ വന്ന് കേൾക്കുന്നേ, വണ്ടിയിൽ സ്ഥലമുണ്ട്. പോയിട്ട് ഒരു ഹെൽപ്പ്. ഫുഡ് എങ്ങനെ യൂസ് ചെയ്യാന്ന് പറഞ്ഞു. എനിക്ക് ഫുഡ് വണ്ടി കയറിക്കോ, പറഞ്ഞുതരാം. ഓക്കെ ഫൈൻ. എന്താ പരിപാടി കേട്ടോ? കാര്യമില്ല, ഒരു കാര്യമില്ല. ഫുഡ് കഴിക്കാൻ പോലും അവിടെ പയ്യന്റെ അടുത്തൊക്കെ പോയിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ 2 കൈ കൊണ്ട് തിന്നാറുള്ള തെണ്ടിയൊക്കെയാണ് പൈസ ഉണ്ടാക്കണേ. ഇവനൊക്കെ മറ്റേ വായിൽ സ്വർണ്ണക്കരണ്ടി ജനിച്ചവന്മാരെ. അടുത്ത ആള് പറഞ്ഞു ഇപ്പം ഇവൻ എനിക്ക് ആരെയും കാണുന്നില്ല. എനിക്ക് കണ്ടൂടാ ഞാൻ പറഞ്ഞ. അതിനകത്ത് നീലമുടി നമുക്ക് ഈ വിജനതയിൽ ഇരിക്കുന്ന വരത്തൂര് ഇവിടെ പ്രശ്നമല്ലേ? കുഴപ്പമില്ല. നമ്മള് വേറെ മിഷനിലേക്കല്ലേ അതിവിടാ സംഭവം കുട്ടി. നമ്മളിങ്ങനെ നമ്മളത് അടുത്ത് റോങ് ആക്കി കഴിഞ്ഞാൽ നമ്മളെ അപ്പൊ തന്നെ തട്ടിക്കളയാറുണ്ട്. സാധാരണ നമ്മൾ ഈ ഒരു അവസ്ഥ നമ്മളെ വണ്ടി സ്ക്രാച്ച് മതി ചെയ്യാണ് നമ്മള്. പിന്നെ അവനെ ഞാൻ പുറലാൻ കാണൂല്ലോ. പിന്നെ ഹലോ കുട്ടി ദേവൻ. ഇത് വേണ്ട ഇവന്റെ നേരത്തെ സംസാരിച്ച ഇത് കുട്ടിയുടെ കൂട്ടുകാരനല്ലേ? ശരിക്കും നോക്കിയേ. ഹലോ പേരെന്താ? പേരെന്താ? എനിക്ക് അറിഞ്ഞൂടാ. ടൈറന്റാണോ? ഹലോ എടാ ഒന്ന് വണ്ടിന്ന് ഇറങ്ങിക്കേടാ. ഹലോ വണ്ടിന്നിറങ്ങി. നീ അതെ എന്റെ ഫ്രണ്ടാണ് ഇത്. വണ്ടിക്കകത്തിരിക്കുന്ന ആള്. വണ്ടിക്കകത്തിരിക്കുന്ന ഈ കൊച്ച് ഫ്രണ്ടാണ് അവന്റെ. കൊച്ചിന്റെ പേരെന്ത്? ആവിയ. ഞാനാ. ബെസ്റ്റ് ഫ്രണ്ടാണാ? സൗണ്ട് കേട്ട് മനസ്സിലല്ലേ ബെസ്റ്റ് ഫ്രണ്ടിന്റെ? സൗണ്ട് കേട്ടിട്ട് മനസ്സിലല്ലേ ബെസ്റ്റ് ഫ്രണ്ടിന്റെ? ഓ അല്ല പെട്ടെന്ന് മനസ്സിലായില്ല. നമ്മളെ എവിടെ തട്ടിക്കൊണ്ട് പോണാണ്. വണ്ടിയില് ബന്ധിച്ച് വെച്ചേക്കാണ് ആളെ. 10 കോടി എന്നാലും എവിടത്തുള്ളൂ. എന്തേട്ട് അല്ലെങ്കിൽ അവളെ നേരെ കൊണ്ടുപോയിട്ട് നമ്മള് കണ്ണിനെ കുത്തിപ്പൊട്ടിച്ച് അവിടെ ഇരുത്താൻ പോണ. കണ്ണില്ലാതെ ജീവിക്കേണ്ടി വരും. കണ്ണില്ലാതെ ആദ്യം കണ്ണ്, പിന്നെ ആദ്യം കണ്ണ്, കൈ. അങ്ങനെ നിനക്ക് വാല്യൂ ഉണ്ടോ ഇയാളുടെ? ഇയാളെ വേണമെങ്കിൽ 10 കോടി സെറ്റ് ചെയ്തിട്ട് കാവ്യയുടെ ഫോണിലോട്ട് വിളിച്ചാൽ മതി ഏട്ടാ. എന്നാലേ ഈ വേൾഡ് മാറ്റൂ. നടക്കൂത് ഇപ്പൊ പോവും. എനിക്ക് തോന്നല്ല മഞ്ചൻ. എനിക്ക് തോന്നല്ല മഞ്ച.
ഇവന്മാരൊക്കെ ഉടായ്പാണ്. മൊത്തം ഉടായ്പാണ് ഇതിനകത്ത്. ആ പിന്നെ കാവ്യ പറയൂ. പാട്ടൊക്കെ പാടോ? എങ്ങനെ ഇല്ല, പാടറി എനിക്ക് പാടറിയില്ല. പാടറി അങ്ങോട്ട്. എനിക്ക് സത്യമായിട്ടും പാടറിയില്ല. കൊളത്തിയാലാ ഉറപ്പായിട്ടും സത്യമായിട്ടും പാടറിയില്ല. കൊളത്തും. എനിക്ക് തോന്നുന്നുണ്ട്. എന്താ നമ്മുടെ സൈഡ് ഒതുക്കിണ്ടിരിക്കുന്ന? ചിങ്ക ആ പറഞ്ഞു എനിക്ക് ആ അതെ കുട്ടി ദേവന്മാരെ വിളി. ഏവനടുത്തന്നെ അല്ലു വണ്ടി ഇറങ്ങിക്കാടാ. വണ്ടി അപ്പുറത്തേക്കോ കേക്കുന്നില്ലേ? ഹലോ ഫ്രീ ആണോ? ഓ ഫ്രീ എന്താ ചില്ലാടിക്ക് വരുന്നോ? ഇല്ലാടില്ല. ആ നിങ്ങ വന്നേക്കണ വണ്ടിക്കാരെ വണ്ടി വരട്ടെ, ഇതിൽ പോവാ. എന്തിനാ? ഇതാകുമ്പോ പറക്കാം. നീ അതുകൊണ്ട് സേവ് ചെയ്തോ, നമുക്ക് ഒരുമിച്ച് ഇതിൽ പോവാം. പറക്കാൻ പറ്റും. എന്തിനാടാ ഓർക്കണേ? ആറിപ്പോവാടാ. അന്നില് കുന്നാണ് അവന്റെ. നീ ഡിക്കിലേ കയറൂ. നീ ഡിക്കിലേ കയറത്തുള്ളൂ. ഇല്ലടാ ഒരു സീറ്റ് ഉണ്ടായിരുന്നടാ വണ്ടിയിലേ. പെൺകുട്ടികളെ അടുത്തിരിക്കാറില്ല, അതുകൊണ്ടാണ്. എടാ സംഭവം നീ വലിയ ആവേശം ഒന്നും കാണിക്കരുത്. നമ്മള് കുറച്ച് കാര്യങ്ങൾ നിന്റെ അടുത്ത് പറയാനുണ്ട്. അതിനാണ് നിന്നെ സംഭവം നമ്മള് ഈ കൊച്ചിനെ കണ്ടന്റ് വെച്ചേക്കുന്നതാണ്. ആള് ഹോസ്റ്റേജാണ്, കെട്ടി വെച്ചേക്കാണ്. സീറ്റിൽ കെട്ടി വെച്ച് വെള്ളടിച്ച് വെച്ചേക്കാണ്. ഇറങ്ങിയാണ് നീ ഇറങ്ങിയാണ് വണ്ടിന്ന് മെല്ലെ ബാക്കിന്ന് കൈ പൊക്കിയാണ് മെല്ലെ. ഇനി ആരെയും റേഡിയോ ഫോൺ ഇതൊന്നും ഉപയോഗിക്കരുത്. റേഡിയോ ഫോണ് ഇല്ല. ആ വണ്ടിക്ക് എത്തുന്ന കുട്ടി ഒന്ന് ഇറങ്ങിയെന്നാണ്. ഈ കുട്ടീനെ അറിയാവോ? ഓ അറിയാം. ഫ്രണ്ടാണ്. അറിയാം. ഈ ഫ്രണ്ടിനെ നമ്മള് ഇപ്പൊ കൊന്ന് ഈ ശ്മശാനത്തിൽ മൂടാൻ പോവാണ്. 10 കോടി ഇവിടെ കുഴിച്ചിട്ടിട്ടുണ്ട്. 10 കോടി വന്നു കഴിഞ്ഞാൽ വെറുതെ വിടാം. 10 കോടിയാ? Yes, 10 CR. Not negotiable. ഒറ്റ റേറ്റ്. 10 CR ഇല്ലെന്നാണോ പറയണ ഈ പെണ്ണ്? 10 രൂപ പോലും ഇല്ലാത്തവന്റെ കയ്യിലാണോ നിങ്ങൾ 10 CR ചോദിക്കുന്നത്? അല്ല ഫ്രണ്ടല്ലേ. ജീവനാണോ വലുത് അതോ പൈസ ആണോ വലുത്? ഇപ്പൊ പറയണം. ഫ്രണ്ടല്ലേ. പൈസ ഇല്ലാത്തവരെ പൈസ ഉണ്ടാക്കും. പൈസ ഇല്ലെങ്കിലും പൈസ കൊടുക്കണം. കാരണം നമ്മള് അത്രയ്ക്കും ബന്ധം ഉണ്ടെങ്കിൽ പൈസ കൊടുക്കണം, അറേഞ്ച് ചെയ്യണം. അത് ബ്രോ ഒന്നും മറ്റേ ഇത് ആലോചിക്കണമല്ലോ. ആദ്യമേ പറയാണല്ലോ പൈസ ഇല്ല. കൊല്ലട്ടെ. ഒരു കാര്യം ചെയ് മങ്ക, അവളെ വണ്ടി കയറ്റ്. നീ വണ്ടി കയറല്ലേ, ഞാൻ പറയാം. എടേ വണ്ടി കയറ്. കേറ് കേറ് കേറ്. കേറിയോ? ആ കേറ്. ബോംബാണ് ദേഹത്ത്, നിന്റെ ബോത്ത് നിന്റെ ദേഹത്ത് വെച്ചേക്കണേ. വെടികുട്ടാണ്. ഇനി അവന്റെ നമ്പർ ഡിലീറ്റ് ചെയ്തോളാം. അതിന്ന് ഫോൺ എടുത്തിപ്പോ തന്നെ കേക്കുന്നില്ല. ഫോൺ എടുത്തിട്ട് അവന്റെ നമ്പർ ഡിലീറ്റ് ചെയ്തോളാം. അവന്റെ നമ്പർ ഇല്ല എന്തായാലും. ഒന്നുമില്ല. അപ്പൊ അവന്റെ കോണ്ടാക്ട് ഇന്നോട്ട് ഡിലീറ്റ് ചെയ്യണം. മനസ്സിലായോ? ഇന്നോട്ട് അവനെ കണ്ടോ? ഇതാണ് റിയാലിറ്റി. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിചാരിക്കും കണ്ടോ ഒരു 10 CR ചോദിച്ചപ്പോ തന്നെ അവൻ മറ്റേ ഇങ്ങനെ ചിന്തിക്കണമല്ലോ. മറ്റേ പൈസ ഒപ്പിച്ച് തരാൻ അല്ലെങ്കിൽ നോക്കാരെയും വിളിച്ചു നോക്കാം. ഇത് നമ്മളൊക്കെ ഞാനൊക്കെ സത്യം പറയാം. ഇപ്പൊ മഞ്ജുവിനാണ് തട്ടിക്കൊണ്ടുപോയെങ്കിൽ സത്യം ഞാൻ അപ്പഴേ പറയാണ്. ഞാൻ എല്ലാരും വിളിക്കും എന്റെ മഞ്ജുവിനെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ് ഞാൻ പൈസ ഒപ്പിക്കും. പരിചയം എനിക്ക് കുട്ടിയായിട്ടുള്ളൂ. കുട്ടിയെ തട്ടിക്കൊണ്ട് ഇപ്പൊ ആരിലും പോയാ ഞാൻ തന്നെ വരുമല്ല. സത്യം ഉറപ്പായിട്ട് എനിക്ക് സത്യം വിശപ്പാണ്. മഞ്ജു വിശപ്പാണോ? വിഷമം പറഞ്ഞല്ല എന്നെ തട്ടിക്കൊണ്ട് പോയിക്കും. ഞാൻ ഇവിടെ ആരും ഇല്ലാന്ന്. ഇന്ന് തൊട്ട് കുട്ടിക്ക് ഞാനുണ്ട്. ഞാനും
പോട്ടെ കരയില്ലേ കരയില്ലേ പക്ഷേ കരയില്ലേ അഭിനയിക്കില്ല നമ്മള് കുറച്ച് കണ്ടിട്ടുള്ളതാണ്. അതേ ആ പയ്യൻ എന്തേ അവിടെ നിന്ന് ബാങ്കിൽ കാശ് എടുക്കാൻ പോകണം. മര്യാദയ്ക്ക് അവനോട് ചെണ്ടി കയറ്റി ചേട്ടാ ചില്ലാടി പോവാണ് പറഞ്ഞാന്ന് വെച്ചോക്ക്. നമ്മൾ എല്ലാ ഫ്രണ്ട്സ് എല്ലാം കൂടി ചേട്ടാ പണിയെടുക്കല്ലേ ചേട്ടാ. ഹലോ എന്താ ചേട്ടാ അടിക്കുന്നത്? വണ്ടി റിവേഴ്സ് ഒന്നുമില്ല മമ്മട്ടിയാണ് വെട്ടാണ് പോട്ടെ. ഇത് വേണ്ട ഇത് വേണ്ട. മഞ്ജു പോയാ മഞ്ജു ചിങ്കൻ മഞ്ജു ഇത് പ്രശ്നമാണ്. ഇങ്ങനെയുള്ള മേടം കൊണ്ട് നിർത്തല്ലേ. ബോട്ടില് മൺമട്ടി എടുത്ത് വെക്കും. അടിച്ചു കമത്തിയാ നമ്മളെ. ഹലോ ഇതാണ് കുട്ടി ചേട്ടാ ദേവന ഹലോ ദേവന ചേട്ടാ ഹലോ. അതെ അടിമിനെ പിന്നെ ഞാൻ വണ്ടിയാർ തരാം. ഞാൻ പേര് മാറ്റി പേര് ഒന്നുകൂടി മാറ്റാനാണ്. അവനെ വിളി. ദൈവത്തോടുള്ള സംഭാഷണം. കാശില്ലാത്തവന എന്തിങ്ങനെ ഞാൻ പറഞ്ഞത് ഞാനൊരു ലക്ഷണം കെട്ട ആളാണ്. വളക്കമില്ല.